ടൈം എന്നൊക്കെ പറഞ്ഞാൽ അത് ബേസിലിൻ്റെയാണ്. തിരഞ്ഞെടുക്കുന്ന പ്രൊജക്റ്റുകളിൽ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി കാണും. പ്രാവിൻകൂട് ഷാപ്പ് എന്ന സിനിമയിലേക്ക് വരുമ്പോഴും തൻ്റെ ഗ്രാഫ് താഴത്തില്ലടാ എന്ന് തന്നെയാണ് ബേസിൽ കാണിച്ചു തരുന്നത്. വെൽക്കം ടു സിനി നിക്ക്. ഇത് നിങ്ങളുടെ സ്വന്തം നിക്ക്. കഥ നടക്കുന്നത് പ്രാവിൻകൂട് ഷാപ്പിലാണ്. അവിടെ ചീട്ട് കളിച്ചും കള്ളുകുടിച്ചും 11 പേർ ഇരിക്കുകയാണ്. അവരുടെ മൂക്കിന് തുമ്പത്ത് ഒരു കൊലപാതകം നടക്കുന്നു. അത് അന്വേഷിക്കാൻ എത്തുന്ന വ്യക്തിയാണ് പോലീസ് ഇൻസ്പെക്ടർ സന്തോഷ് CJ. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് മർഡർ ഓൺ ദി ഓറിയൻ്റ് എക്സ്പ്രസ് അതുപോലെ തന്നെ നൈഫ്സ് ഔട്ടൊക്കെയാണ് ഓർമ്മ വന്നത്. കാരണം ഇവർ 11 പേരിൽ ഒരാളായിരിക്കും ആ മർഡർ ചെയ്തിരിക്കുക എന്നത് ഉറപ്പാണ്. എന്നാൽ അത് ആരായിരിക്കുമെന്ന സസ്പെൻസ് സിനിമ തീരുന്നത് വരെ ശ്രീരാജ് ശ്രീനിവാസന് ആ ടെൻഷൻ നിലനിർത്താൻ കഴിഞ്ഞു. ഫസ്റ്റ് ഹാഫ് വളരെ പെട്ടെന്ന് കടന്നുപോയി. അതുപോലെ തന്നെ നല്ല ത്രില്ലിങ്ങുമായിരുന്നു. അതിന് കാരണം ഷഫീഖ് മുഹമ്മദ് അലിയുടെ എഡിറ്റിങ്ങും വിഷ്ണു വിജയുടെ മ്യൂസിക്കുമാണ്. പ്രതി ആരാണെന്ന് ക്ലൈമാക്സിൽ റിവീൽ ചെയ്യുമ്പോൾ വിഷ്ണു വിജയൻ്റെ മ്യൂസിക് ആ സീനെ വളരെ ഇമ്പാക്റ്റ്ഫുൾ ആക്കി. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയതുകൊണ്ട് തന്നെ ആ 11 പേരെ ചോദ്യം ചെയ്യുന്ന രംഗങ്ങളിൽ ബാക്ക് ആൻഡ് ഫോർത്ത് പോകേണ്ടതായിട്ടുണ്ട്. ആ സീനുകൾ മനോഹരമാക്കാൻ ഷഫീഖ് അഹമ്മദ് അലിയുടെ എഡിറ്റിംഗ് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുറത്തിറങ്ങാനിരിക്കുന്ന സൂര്യയുടെ റിട്രോ എന്ന സിനിമയിലെ എഡിറ്ററും ഷഫീഖാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ആ ഫസ്റ്റ് ഹാഫിലെ ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാത്തതുപോലെ തോന്നി. പിന്നെ ഒരു പോയിന്റ് കഴിയുമ്പോൾ പിക്കപ്പ് ചെയ്യുന്നുമുണ്ട്. ബേസിൽ ജോസഫ് ഇൻസ്പെക്ടർ സന്തോഷ് CJ ആയി വരുമ്പോൾ ആദ്യം തന്നെ ഡയറക്ടർ ശ്രീരാജ് ശ്രീനിവാസൻ സന്തോഷ് എങ്ങനെയുള്ളൊരു വ്യക്തിയാണെന്ന് പ്രേക്ഷകനെ പരിചയപ്പെടുത്തുകയാണ്. ഹീസ് ഇൻ്റലിജൻറ്റ് ബട്ട് ടെമ്പറമെൻ്റൽ. ഫസ്റ്റ് ഹാഫിൽ ബേസിൽ മനോഹരമായി സന്തോഷ് എന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ചു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ സൂക്ഷ്മദർശിനിയിലെ മാനുവലായിട്ടാണ് തോന്നിയത്. പിന്നെ ബാബുവേട്ടൻ, പുള്ളി ഒരു ഒറ്റക്കൊമ്പൻ തന്നെ. പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞാൽ അത് അപാരമാണ്. സിനിമയിൽ ഷാപ്പിൽ വെച്ച് നടക്കുന്ന ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അതിലേക്ക് ബാബുവേട്ടൻ കടന്നു വരുന്ന ഒരു രംഗമുണ്ട്. പിന്നെ വിഷ്ണു വിജയുടെ മ്യൂസിക്കും കൂടെ ആയപ്പോൾ ആ ഫൈറ്റ് സെറ്റായിരുന്നു. ദെൻ സൗബിനാസ് കണ്ണൻ ഒരു ഡിസേബിൾഡ് പേഴ്സൺ ആണ്. അതുപോലെ തന്നെ ഒരു സംശയരോഗിയും. കണ്ണൻ്റെ ക്യാരക്ടർ സൗബിൻ മനോഹരമായി തന്നെ അവതരിപ്പിച്ചു. പക്ഷേ ഇലവീഴ പൂഞ്ചിറയിൽ കാണിച്ച അതേ അബദ്ധം ഇവിടെയും പറ്റി സൗബിന്. കാരണം ഇമോഷണൽ സീൻസ് വരുമ്പോൾ താൻ പറയുന്ന ഡയലോഗ് ക്ലിയർ അല്ലാതാകുകയാണ് ഇവിടെയും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിരുന്ന് കേട്ടില്ലെങ്കിൽ സൗബിൻ പറയുന്ന ഡയലോഗ് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ചെമ്പൻ വിനോദ് ആസ് യൂഷ്വൽ ചെയ്യുന്ന കഥാപാത്രത്തെ തന്നെയാണ് സുനിലായിട്ടും ചെയ്തത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ചാന്ദിനിയുടെ പെർഫോമൻസ് ആണ്. ഒരു നാട്ടിൻപുറത്തുകാരി എങ്ങനെയാണോ പെരുമാറുന്നത് അതങ്ങനെ തന്നെ ചാന്ദിനി അഭിനയിച്ചു. സൗബിനെ ചേസ് ചെയ്ത് വരുന്ന ഒരു സ്കൂൾ ബസ് സീനും അതുപോലെ തന്നെ ബേസിലിൻ്റെ ബൈക്ക് റൈഡിംഗ് സീനും എടുത്തു പറയേണ്ടതാണ്. അതിലെ ക്യാമറ വർക്കിന് ഷൈജു ഖാലിദിന് ഒരു കയ്യടി കൊടുക്കേണ്ടതാണ്. പിന്നെ സിനിമയിൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ഹാഫിലെ ആ ഒരു ത്രില്ല് സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ നഷ്ടപ്പെടുന്നത്. പിന്നെ ആരാണ് പ്രതിയെന്ന് റിവീൽ ചെയ്യുമ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് കുറയാനും കാരണം സിനിമയിലുള്ള ടു മച്ച് ഡിസ്ട്രാക്ഷൻസ് ആണ്. മൊത്തത്തിൽ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു ത്രില്ലിംഗ് ആയ ഫസ്റ്റ് ഹാഫും എബോ ആവറേജ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫുമുള്ള ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ് പ്രാവിൻകൂട് ഷാപ്പ്. പിന്നെ എടുത്ത് പറയേണ്ടത് ഒരു ഡിഫറെൻറ്റ് ഫിലിം മേക്കിംഗ് സ്റ്റൈലാണ് ഈ സിനിമ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്ക് ടു ബാക്ക് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് കണ്ട മടുപ്പ് തോന്നിയില്ല എന്നും പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.